അങ്കിള് പറ, ഇതൊരു നിസാര പ്രശ്നമാണോ? അല്ല മോളെ, മോൾ ഇത്ര നേരം പറഞ്ഞിട്ടും എനിക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമൊന്നും പിടികിട്ടിയില്ല. പിടികിട്ടിയില്ലേ? ഇല്ല. ചേടാ, ഇതിപ്പോ ഞാൻ അരമണിക്കൂർ ഇന്ന് മൊത്തം വിസ്തരിച്ചതല്ലേ, ഇനി ഞാൻ ഒന്നുകൂടെ വിസ്തരിച്ച് പറയാം. അല്ല, കുഴിപ്പള്ളത്ത് നിന്ന് വന്നതും എന്നെ വിളിച്ചു വരുത്തിയത് ഏകദേശം എനിക്ക് പിടികിട്ടി. പിന്നെ എന്താ പ്രശ്നം? ഏറെക്കുറെ മനസ്സിലായി, എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ആ സഹായിക്കാമെന്ന ചേച്ചിയുടെ അവിടെ നിന്ന് പറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ. ഒരാളുടെ ജോലി നിഷേധിക്കുന്നത് തെറ്റല്ലേ? അതിനെന്റെ ആദർശം സമ്മതിക്കില്ല മോളെ. അങ്കിള് ലക്ഷ്യമാണോ വലുത്, ആദർശമാണോ വലുത്? അത് ആദർശം. അത് ശരി. രമാൻഡി ആയിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഒന്നും നോക്കാതെയാണ് അങ്കിളിനെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അങ്കിളുടെ വലുത് ആദർശം അല്ലേ? അല്ല, അതിന് മോളിങ്ങനെ വിഷമിക്കണ്ട. ഞാൻ വിഷമിക്കും. അങ്കിളിനെന്താ? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ആ വീട്ടിൽ അവരോട് ജോലിക്ക് വരണ്ടെന്ന് പറയാം. പിന്നെ അവർക്ക് വേറൊരു ജോലിയും റെഡിയാക്കി കൊടുക്കാൻ ഞാൻ മതി. അത്രയും മതി. പിന്നെ ഞങ്ങളെ ഒരു സഹായം കൂടെ ചെയ്യാൻ പറ്റും. അവരെ ഒരു ചിരി ചിരിക്കും, ആ ചിരി ഞങ്ങൾ നിർത്തിച്ചു തരാൻ പറ്റും. ചിരി നല്ലതല്ലേ മോളെ? ചിരിയൊക്കെ നല്ലതാണ്, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ചിരി ചിരിക്കുന്ന അത്ര നല്ലതല്ല. ജസ്റ്റ് ഒന്ന് വരട്ടി വിട്ടാ മതി. ഒന്ന് വരട്ടി വിട്ടാ പോരെ? അത് ഞാൻ ഏറ്റി. പ്രത്യേക സാഹചര്യങ്ങളുള്ള ചിരി പാടില്ല. ചിരി പാടില്ല. അത് നോക്കാം. ചിരി പാടില്ല. ജയന്തരങ്ങളെ എന്ത് എന്താ അതെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. അങ്കിളോട് ഇരിക്കുന്നുണ്ട്, ഞാൻ വന്നു. അതിനിപ്പോ എന്ത് സംഭവം? എന്ത് എനിക്ക് നിൽക്കാൻ പാടില്ലേ? നിൽക്കാൻ പാടില്ലേ? പറ. നിൽക്കാൻ പാടില്ല. പാടില്ല? ഇല്ല. ഓ, ഞാൻ ഇവിടുന്ന് പോയപ്പോ പ്രശ്നം കഴിയും. തീരും. പ്രശ്നം തീരുമല്ലേ? നീ എന്തിനാ അവരെ വിളിച്ച് വരുത്തണേ? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പ്രശ്നം എന്താ കിടന്ന് കൂവണത്? അതാ ജയന്തരങ്ങള്. അതിനാണ് വിളിച്ചു പോയത്? അല്ല, പിന്നെ നമ്മുടെ ലച്ചു ചേച്ചിയുടെ പ്രശ്നം നമ്മുടെ അടുത്ത് പറയേണ്ടത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ലല്ലോ. അപ്പൊ അത് വലിയ കാര്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ജയന്തരങ്ങളെ വിളിച്ചു വരുത്തിയേക്കണത്. ജയന്താ ലച്ചു വിളിച്ചിട്ട് വന്നതാണോ? അല്ല, കള്ളം പറയരുതേ. ആ ചേച്ചി വിളിച്ചിട്ട് വന്നാ. അവള് പറഞ്ഞ കാര്യങ്ങള് വലത്തെ ചെവി കൂടി കെട്ടിട്ട് അടുത്ത ചെവി കൊടുക്കണം, കളഞ്ഞേക്ക്. ചേടാ, ഇതെന്ത് കഷ്ടമാ. നിങ്ങളാണെങ്കിൽ എന്നെ ഒന്നും സഹായിക്കോ ഇല്ല, എന്നിട്ട് സഹായിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു വരുത്തിയപ്പോഴത്തേക്ക് അതിനും സമ്മതിക്കൂലേ? നീലുവേ, ഇവിടെ നിങ്ങാണ് ഒരു മടി കിട്ടുമോ നോക്കിയടി. ഇവക്ക് വാ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മ കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോക്കാം അവക്ക്. എന്തോന്നത്? ഞാൻ ചെണ്ട എല്ലാരും കൂടെ തല്ല, എന്നാ പിന്നെ തല്ലി കൊല്ലും മനുഷ്യരങ്ങോട്ട്. ജയന്താ, ഇവളുടെ വാക്ക് കേട്ട് ഓരോന്ന് ചാടി പുറപ്പെടല്ലേ കേട്ടാ. ഇല്ല. അല്ല, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് പക്വത ഇല്ലാതെ എടുത്തിയാടി ചില കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ കരുതിയാൽ മതി. പക്വതയില്ലെന്നാ? അല്ല, എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി ചേച്ചി സ്വഭാവം. ജയന്താ, രമയ്ക്ക് സുഖമാണോ? രമ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഇവള് പറയണൊന്നും കേൾക്കാൻ നിൽക്കല്ല കേട്ടാ. ഇല്ല. ചേച്ചി ഓരോ മണ്ടത്തരം കാണിച്ചു വെക്കല്ലേ. മോനെന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ പോ. കേശു, നീ അകത്തോട്ട് പോയേ. എന്താ വാ, അവൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കട്ടെ. നീ വാ മോളെ. അപ്പോഴും ലച്ചു ഒറ്റയ്ക്ക്. ലച്ചു, നീ ഒന്ന് മാറി ചിന്തിക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.